പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ആക്രമിക്കുകയാണ്. പലരെയും അവന്റെ കൊട്ടേഷൻ സംഘം തലയറുക്കുന്നുണ്ട്, പലരെയും കൊല ചെയ്യുന്നുണ്ട്. അവനെതിരെ ഒന്ന് ദുആ ചെയ്യണേ ഹബീബേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അവനെതിരെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ദഹിയ എന്നാണ്. റസൂൽ മൈൻഡ് ആക്കിയില്ല, ഗവൺമെന്റ് ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ ദഹിയക്കെതിരെ ദ്വാരക്കണം, ഞങ്ങളെ പെൺമക്കളെ പിടിച്ചുകൊണ്ടുപോകണം, വല്ലാത്ത പ്രതിസന്ധിയാണ് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോഴും റസൂൽ ഒന്നും പറഞ്ഞില്ല. മൂന്നാമത് പറഞ്ഞപ്പം റസൂലുള്ളാഹിയുടെ മുഖം വിവരണമായി ഹബീബ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദഹിയല്ലേ, ആ ദഹിയ അടുത്ത ദിവസം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഈ അക്രമിയാണ്, അധാർമികതയുടെ പ്രതിരൂപമാണ്. പക്ഷെ സ്വഹാബത്തിന്റെ ഉന്നത പദവിയിലേക്ക് ഉയരുന്ന ഒരു രംഗാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി കേട്ടില്ല, ചെവി കൊടുത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 80 ഗുണ്ടകളോടുകൂടെ ആരോഗ്യ ദൃഢഗാത്രനായ നെഞ്ഞു വിരിച്ച് മസിൽ പവർ കാണിക്കുന്ന ദഹിയത്തുൽ കൽബ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നു. വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ എഴുന്നേറ്റ് ചൊന്നു, ഈ ദഹിയത്തുൽ കൽബിന് കൈ കൊടുത്തു. എന്നിട്ട് നേരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. ഹബീബിന്റെ റസൂലുള്ളാഹി ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് റസൂലുള്ളാഹി ഒരു വിരിപ്പിങ്ങനെ വിരിച്ചു. ആ വിരിപ്പിൽ അവിടെ ഇരുത്തി. സ്വഹാബത്ത് നിലത്തിരിക്കുന്നു, റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ ദഹിയത്തുൽ കൽബ് ഇരിക്കുന്നു. റസൂൽ ഇങ്ങനെ നോക്കിയപ്പോൾ ദഹിയത്തുൽ കൽബ് ഹബീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഇരുനേത്രങ്ങളും സജലമായി ബാഷ്പഗണങ്ങൾ കവിൾ തടത്തിലൂടെ ചാരിട്ടിങ്ങനെ ഒഴുകുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഉടനെ റസൂല് ചൊല്ലിക്കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതങ്ങനെ ചൊല്ലിക്കൊടുത്തു. ദഹിയത്തുൽ കൽബ് ചൊല്ലി ഷഹാദത്ത് കലിമ അടിയുറച്ച് മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഹബീബിന്റെ പ്രകാശിക്കുന്ന മുഖത്ത് നോക്കി ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞു. എന്നിട്ടും കരച്ചിലടങ്ങണില്ല, വീണ്ടും വീണ്ടും കരയാണ്. കരച്ചിലിങ്ങനെ കൂടെയാണ്. അപ്പൊ റസൂൽ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനടാ കരയുന്നത്? നിനക്ക് ഇസ്ലാം കിട്ടിയിട്ടില്ലേ? നിനക്ക് ഇസ്ലാം കിട്ടിയിട്ടില്ലേ? പെണ്ണെന്തിന് കരയണമെന്ന് ചോദിച്ചപ്പോൾ ദഹിയത്തുൽ കൽബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഖത്തൽതു 70 മിൻ ബനാതി, എന്റെ പെൺമക്കളിൽ 70 പേരെ ഞാൻ തന്നെ കൊല ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് അവിടുന്ന് പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി ഉടനെ കൈ ഉയർത്തി അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ദിഹിയത്തുൽ കൽബ്, അല്ലാഹുവേ ദിഹിയത്തുൽ കൽബിനെ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യെസൂയസിന്റെ പ്രവർത്തകരെ നാം മനസ്സിലാക്കണം. നമ്മൾ ചില തിന്മകളുമായി മാറി നിൽക്കുന്നവരുണ്ടാകും. അവരെ സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. അതാ തിരുനബിയുടെ ദഅവത്തിന്റെ രീതിശാസ്ത്രം. സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയൂ. വിമർശനങ്ങൾ വരുമ്പോൾ, ആരോപണങ്ങൾ വരുമ്പോൾ അത് പൂമാല പോലെ സ്വീകരിച്ച ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ അനുയായികളാണ് നമ്മൾ. നമുക്കിതിലെല്ലാം വലിയ പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാവണം, സന്നിവേശിപ്പിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് സ്നേഹലോകത്തിന്റെ തീരത്ത് 21 ദിവസം ഒരു പകൽ മുഴുവനും ഇരിക്കാൻ നമ്മൾ തീരുമാനമെടുത്തത്. തീർച്ചയായിട്ടും അതുമാത്രമാണ് നമുക്ക് വിജയത്തിനുള്ളത് എന്ന ഒരു ചിന്ത നമുക്ക് വേണം. ഹബീബായ മുത്തുനബിയോട് നമുക്ക് സ്നേഹം വേണം. ആ ഹബീബിന്റെ സരസമായ, അതുപോലെ തന്നെ ലളിതമായ, സ്നേഹമസൃണമായ ജീവിതത്തിന്റെ വഴിത്താരയിലൂടെയാണ് ഇസ്ലാം ഇന്ന് ലോകത്ത് ഇത്രമാത്രം വികസിച്ചത്. ഒരാൾ വന്നിട്ട്, ഞാൻ നിർത്തുകയാണ്, ഒറ്റ സംഭവം പറഞ്ഞ് എൻ്റെ പ്രസംഗം സമാപിക്കുകയാണ്. സുമാമ യമാമയിൽ നിന്ന് വന്നതാ. നേരെ റസൂലിന്റെ മുന്നിൽ വന്നു. വലിയ ധനാഢ്യന. വന്നിട്ടൊരു പറച്ചിലുണ്ട്. സുമാമത്ത് ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും വെറുപ്പ് ഈ പ്രപഞ്ചത്തിലുള്ള മുഖം അങ്ങയുടെ മുഖമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള അനുയായികൾ അങ്ങയുടെ അനുയായികളാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം അങ്ങയുടെ മതമാണ്. മുഖത്ത് കൈ ചൂണ്ടിയിട്ട് വളരെ ധിക്കാരത്തോടെ പറഞ്ഞു. റസൂലൊന്നും പറഞ്ഞില്ല. സുമാമക്ക് വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു.
റസൂലിന്റെയും സ്വഹാബത്തിന്റെയും സ്നേഹമസൃണ ജീവിതത്തിന്റെ ഇതളുകൾ സുമാമ, ഇങ്ങനെ യമാമക്കാരനായ സുമാമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിക്കണ്ടു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ഒരു വരവുണ്ട്. ഹബീബിന്റെ മുഖത്തേക്ക്, ഹബീബിന്റെ പരിസരത്തേക്ക് വന്നിട്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് പറഞ്ഞ വാക്കുണ്ട്, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പ് അങ്ങയുടെ മുഖം ആയിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ്. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും വെറുക്കുന്നത് അങ്ങയുടെ സമൂഹമാണെങ്കിൽ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ ഈ സമൂഹമാണ്. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് അങ്ങയുടെ മതത്തോടാണെങ്കിൽ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം അങ്ങയുടെ മതമാണ് എന്ന് പറഞ്ഞ സുമാമത്ത് റളിയല്ലാഹു അൻഹു പിന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹലോകത്തേക്ക് ആകർഷിച്ചത് തിരുനബിയുടെ സ്നേഹമസൃണ പെരുമാറ്റമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വസത്തിയായ സന്തുലിതമായ നിലപാട്, തീവ്രവാദ നിലപാടല്ല. ഇൻഷാ അല്ലാഹ് തീവ്രവാദത്തെ കുറിച്ച് അവസാന സെഷനിൽ പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കാതിരുന്നത്. സന്തുലിതമായ നിലപാട്, സരസമായ ലളിതമായ നിലപാടല്ല, അലസതയുടെ നിലപാടല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ